പ്രിയമുള്ളവരെ, വചനജ്വാല 1578 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 26 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 37 അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ഏശയ്യായുടെ ഉപദേശം. ഹെസക്കിയ രാജാവ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്തു കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. കൊട്ടാരം വിചാരിപ്പുകാരനായ എലിയാക്കിമിനെയും കാര്യവിചാരകനായ ഷബ്നായെയും ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ചാക്കുടിപ്പിച്ച് ആമോസിന്റെ പുത്രനായ ഏശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് അവൻ അയച്ചു. അവർ ഏശയ്യായോട് പറഞ്ഞു, ഹെസക്കിയ പറയുന്നു, ഇത് കഷ്ടതയുടെയും ശാസനയുടെയും കടുത്ത അപമാനത്തിന്റെയും ദിനമാണ്. കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി, എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ തന്റെ യജമാനനായ അസീറിയ രാജാവ് അയച്ചിരുന്ന റബ്ഷക്കായുടെ വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കുകയല്ലേ? ആ വാക്കുകൾക്ക് അവിടുന്ന് ശിക്ഷ നൽകുകയില്ലേ? അതിനാൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹെസക്കിയ രാജാവിന്റെ ദാസന്മാർ ഏശയ്യായെ സമീപിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവിന്റെ ദാസന്മാർ എന്നെ വാക്കുകൊണ്ട് നിന്ദിച്ചു പറഞ്ഞ വാക്ക് കേട്ട് പേടിക്കേണ്ട. അവനൊരു കിംവദന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകത്തക്ക വിധം അവനിൽ ഞാനൊരു ആത്മാവിനെ നിക്ഷേപിക്കും. സ്വന്തം ദേശത്ത് വെച്ച് വാളിനിരയാകാൻ ഞാൻ അവനെ ഇടവരുത്തും. റബ്ഷക്കെ മടങ്ങിപ്പോയി. അസീറിയ രാജാവ് ലിബ്നായ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു. രാജാവ് വിട്ടെന്ന് അവർ കേട്ടിരുന്നു. തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്യോപ്യ രാജാവായ തിർഹാക്ക പുറപ്പെട്ടിരിക്കുന്നുവെന്ന് രാജാവ് കേട്ടു. അവൻ ഹെസക്കിയായുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു പറഞ്ഞു, യൂദാ രാജാവായ ഹെസക്കിയായോട് നിങ്ങൾ പറയണം, അസീറിയ രാജാവിന്റെ കരങ്ങളിൽ ജെറൂസലം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അസീറിയ രാജാക്കന്മാർ എല്ലാ ദേശങ്ങളെയും എപ്രകാരം നിശേഷം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച ഗോസാൻ, ആരാൻ, റസഫ്, തെലാസറിൽ ഉണ്ടായിരുന്ന ഏബാൻകാർ എന്നീ ജനതകളെ അവരുടെ ദേവന്മാർ രക്ഷിച്ചു. ഹമാത്തിലെയും അർപ്പാദിലെയും സെർവാഫയും നഗരത്തിലെയും ഹേനായിലെയും ഇവായിലെയും രാജാക്കന്മാർ ഇപ്പോൾ എവിടെ? ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്തുവാങ്ങി വായിച്ചു. അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ വെച്ച് നിവർത്തി വെച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, സൈന്യങ്ങളുടെ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, കെരൂബുകളിൽ മേൽ സിംഹസ്ഥനായിരിക്കുന്നവനെ, അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം. ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു. കർത്താവേ, ചെവി ചായ്ച്ച് ശ്രവിക്കണമേ. കണ്ണ് തുറന്ന്
അങ്ങ് കടാക്ഷിക്കണമേ. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ സെന്നാക്കരീബ് അയച്ച സന്ദേശം അങ്ങ് ശ്രവിക്കണമേ. കർത്താവേ, അസീറിയ രാജാക്കന്മാർ എല്ലാ ജനതകളെയും അവരുടെ ദേശങ്ങളെയും ശൂന്യമാക്കുകയും അവരുടെ ദേവന്മാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തുവല്ലോ. അവർ ദേവന്മാരായിരുന്നില്ല, മനുഷ്യന്റെ കരവേലയായ മരവും കല്ലും മാത്രമായിരുന്നു അവർ. അതുകൊണ്ടാണല്ലോ അവ നശിപ്പിക്കപ്പെട്ടത്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. പെന്തക്കുസ്ത കഴിഞ്ഞ് ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയപ്പോൾ വിധവകളുടെ സംരക്ഷണം ഉൾപ്പെടെ സാമ്പത്തിക കാര്യങ്ങൾ കൂടി തീരുമാനിക്കാൻ 7 പേരെ തെരഞ്ഞെടുത്ത് അവരുടെ മേൽ കൈവച്ച് ഡീക്കന്മാരെ നിയമിച്ചു. അവരിൽ ഒരാളാണ് സ്റ്റീഫൻ. കൃപാവരവും ഭക്തിയും നിറഞ്ഞിരുന്ന സ്റ്റീഫൻ അഥവാ എസ്തപ്പാനോസ് വലിയ അത്ഭുതങ്ങളാണ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ വിജ്ഞാനപൂർണമായിരുന്നു. അവയെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ ആയപ്പോൾ അദ്ദേഹം മൂശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നു എന്ന് ആരോപിച്ച് യഹൂദ പുരോഹിതന്മാരുടെ അടുത്തേക്ക് അയച്ചു. ആരോപിച്ച് അവരോടും തർക്കങ്ങൾ ഉന്നയിക്കുകയും ദൈവദൂതന്മാർ വഴി നിങ്ങൾക്ക് ന്യായപ്രമാണങ്ങൾ ലഭിച്ചിട്ടും നിങ്ങൾ അനുവദിച്ചില്ല, അനുസരിച്ചില്ല എന്നും ഇതാ സ്വർഗ കവാടം തുറന്നിരിക്കുന്നു എന്നും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറയുകയും ഉടനെ ജനങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിയുകയും കർത്താവായ ഈശോയെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ, കർത്താവെ, ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ എന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവത്തിങ്കലേക്ക് യാത്രയായി. പ്രിയമുള്ളവരെ, ധീര രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നാം ആചരിക്കുന്നത്. വിശുദ്ധ സ്റ്റീഫൻ യേശുവിന്റെ യഥാർത്ഥ ശിഷ്യനായിരുന്നു. സ്റ്റീഫനോടുകൂടി വിശ്വാസത്തിന് തങ്ങളുടെ രക്തം കൊണ്ട് മുദ്ര ചാർത്തിയ രക്തസാക്ഷികളുടെ നീണ്ട നിരയ്ക്ക് തുടക്കമായി. പ്രിയരെ, വിശുദ്ധ സ്റ്റെഫാനോസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.